ഇന്ന് എൻ്റെ വർക്ക് സ്പേസ് ഷിഫ്റ്റ് ചെയ്യുന്ന ദിവസമാണ്, എവിടുത്തെ വീട്ടിലത്തെ കേട്ടോ. അപ്പോൾ കുട്ടി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം കുട്ടി നടക്കാറൊക്കെ ആയപ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം വർക്ക് ചെയ്യാൻ സമ്മതിക്കത്തേയില്ല, ഇങ്ങനെ കോമൺ സ്ഥലത്തിരുന്ന്. റൂമാകുമ്പോൾ നമുക്ക് വാതിലിട്ട് ചുറ്റിരുന്നാൽ മതിയല്ലോ. ചെറിയ റൂമാണ്, വേറെ സ്ഥലം ഇല്ല ടേബിൾ ഇടാൻ വേണ്ടിയിട്ട്. ടേബിളും ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആവും. പക്ഷേ വേറെ വഴിയിൽ നമുക്ക് വർക്ക് ചെയ്യണമല്ലോ. ഞാൻ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും പണി പാടും. ഞാൻ ഈ റൂമൊക്കെ എല്ലാം ഒന്ന് വൃത്തിയാക്കി. ടേബിൾ ഇടണം. ടേബിൾ ആകെ 2 ടേബിളുള്ളൂ. അതിലൊരു ടേബിൾ ഭയങ്കര വലുതാണ്, ആ ടേബിൾ അവിടെ ഫിറ്റ് ആവില്ല. പിന്നെ ഒരു ടേബിൾ പപ്പ യൂസ് ചെയ്യുന്ന ടേബിളാണ്. അത് പപ്പയ്ക്ക് എഴുതാനും വായിക്കാനും പിന്നെ അയൺ ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യണേ. പപ്പയോട് ഞാൻ പറഞ്ഞു, പപ്പ എനിക്ക് ആ ടേബിൾ വേണം. പപ്പ യൂസ് ചെയ്യുന്ന സാധനമാണെങ്കിലും പപ്പ ഓക്കെ കുഴപ്പമില്ല, നീ എടുത്തോ, നിൻ്റെ ആവശ്യത്തിനല്ലേ എന്ന് പറയും. അങ്ങനെ ഞാനും പപ്പ ആ ടേബിൾ വലിച്ചുകൊണ്ട് വന്നു. പിന്നെ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് ഏകദേശം സെറ്റായി. ഇനി എനിക്ക് പണിയെടുത്താൽ മതി. ഈ മദർഹുഡ് ജേർണി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നമുക്ക് വർക്കും നമ്മുടെ പാഷനൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ ആ ഒരു ഏർലി സ്റ്റേജ് നമുക്ക് ഭയങ്കര ഹെൽപ്പ് ആവശ്യമുള്ള ഒരു സമയമാണ്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ പേരൻസ് ഉള്ളത് തന്നെ ഐ എം വെരി ലക്കി. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. കുട്ടി ഉണ്ടാവും, കുട്ടി വളരും, കുട്ടിയുടെ കാര്യം നോക്കും. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പേരൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കിട്ടിയെന്ന് വരില്ല, അതും പോവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ടഫ് സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ആ ഒരു ടൈം നിങ്ങൾ ഏറ്റവും മാക്സിമം നിങ്ങളെ പുഷ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. So yeah.